റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് മോളിൽ പോയിട്ട് ലോ ആക്കാം. അവിടെ പോയിട്ട് ഡ്രൈവ് ഇത് നമ്മൾ മാനുവലി ഷിഫ്റ്റ് ചെയ്യുന്നു. അത് ഹൈയിൽ മാത്രമേ അങ്ങനെ ഷിഫ്റ്റ് ആവുള്ളൂ, ലോയിൽ അങ്ങനെ ഷിഫ്റ്റ് ആവുന്നില്ല. ലോയും ഹൈയും എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് ലോ ഹൈയും അവിടെ ലോ ആണെങ്കിൽ അവിടെ 4L കാണിക്കും, ക്ലസ്റ്ററിൽ കാണിക്കും. പിന്നെ ഇതാണ് ട്രാൻസ്ഫർ കേസിന്റെ ഷിഫ്റ്റർ 2H 4H 4L. 2H റെഗുലർ സാധനം, 4H പിന്നെ അത് കഴിഞ്ഞ് പുഷ് ചെയ്ത് നിർത്തി. അതൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മെയിൻ ഗിയർ ന്യൂട്രൽ ആയിരിക്കണം. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി പുഷ് ചെയ്ത് ഓടിച്ചോണ്ടി കൊടുത്തു പോയിക്കോളൂ. സ്പീഡിൽ പോയാൽ അറിയില്ല, പമ്പിനൊക്കെ അറിയില്ല. ഡ്രൈവ് ചെയ്ത സ്പീഡിൽ അറിയില്ല. സ്പീഡിൽ ഓടിക്കാൻ അങ്ങോട്ടേക്കാ പ്രോപ്പർട്ടി. ഇത് മുഴുവൻ എന്റെ പ്രോപ്പർട്ടി താഴേക്ക്. അവിടെ നമ്മൾ തിരിച്ചില്ലേ, അതിന്റെ താഴെയുണ്ട്. അന്ന് ഒരു ട്രാക്ക് ഉണ്ടാക്കിയത് പെരുന്തോണല്ലേ? ആദ്യത്തെ ട്രാക്ക് ഇവിടെ തന്നെയാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെയാണ്. മെല്ലെ പോയാണ്. ബ്രേക്കില്ല, പിടിച്ചു പോകുന്നത് ഹിൽ ഡിസൈൻ കൺട്രോൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യണമെന്നില്ല. ബ്രേക്കിൽ തൊട്ടിലും വണ്ടി സ്ലോ ആയിട്ട് പോകും. സിറ്റുവേഷൻസിലൊക്കെ ഇത് ഇട്ടാല് നമ്മൾ ബ്രേക്ക് ചെയ്യണേക്കാളും നല്ലത് അത് പോണതാണ്. അത് ബ്രേക്ക് റിലീസ് ചെയ്ത് അല്ലാത്ത വീലിലേക്ക് ബ്രേക്ക് ചെയ്ത് ട്രാക്ഷൻ ഉള്ള വീലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ വണ്ടി സ്ലോ ആയി കിട്ടും. എപ്പോഴും അതാണ് സേഫ്. ഗിയറും വേണം കേട്ടോ അതിന്റെ കൂടെ. ഗിയർ എൻഗേജ്ഡ് ആയിട്ട് ഗിയറിൽ ഡ്രൈവ് ചെയ്തോണ്ട് തന്നെ അത് ചെയ്യാം. അപ്പൊ വണ്ടി നല്ല കൺട്രോൾ വരും. കണ്ടില്ലേ, ഓരോ വീല് മാറി മാറി പിടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? എന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഈ വഴിയാ? അല്ല, അങ്ങോട്ട് ലോഡാണ്. മെല്ലെ പോയാൽ ഇനി വയ്യ ലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് വലത്തോട്ട് അങ്ങോട്ട് മറ്റേ സൈഡിൽ അവിടെ
സ്റ്റേഷനറി ഒപ്പം. ലോഡ് ഇടുന്നത് നമ്മൾ മടിയായിട്ടുള്ള ലോ ഇടുന്നത് എപ്പോഴും ഓഫ് റോഡ് ട്രെയിനിൽ പോകുമ്പോൾ ലോ ഇടുന്നതാണ് നല്ലത്. ലോ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് ലോഡില്ല. അത് ഗിയർ ബോക്സിന്റെ ലോഡ് മിനിമൽ ആക്കും. ഗിയർ ബോക്സിന് റിഡക്ഷൻ വരുത്താണ്, 50% റിഡക്ഷൻ വരുത്തും. ടോർക്ക് ഡബിൾ ആവും. അത് ഡീസൽ വണ്ടികളിലാണ് കാര്യമായിട്ട് ഇപ്പോഴും 50% റിഡക്ഷൻ ഉള്ളത്. പെട്രോൾ വണ്ടികളിൽ ഒരു എന്താണ് 1.6 ഒക്കെയാണ് റേഷ്യോ. ഇത് 2 ആണ് വരെങ്കിൽ 1.6 ഒക്കെ, 0.4 1.6. അതിന്റെ കൊളോസസ് ആണിപ്പോ പണിയില്ല? അതോ അല്ല, കൊളോസസ് പണിയിലല്ല. കൊളോസസിന്റെ സാധനങ്ങളൊക്കെ സ്ട്രിപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് RFCക്ക് പോകാൻ വേണ്ടിയിട്ട്. സ്ലോത്ത് ഉണ്ടല്ലോ, സ്ലോത്ത് കൊണ്ടാണ് പോണത്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ സാധനങ്ങളൊക്കെ സ്പെയർ ആക്കി വെച്ചിരിക്കും. ഊരിയല്ല, ആക്സിലും നക്കിലെല്ലാം ഊരി. സ്പെയറിന് വേണ്ടിട്ടാ? സ്പെയറിന് വേണ്ടിയിട്ട് എന്തായാലും ബോട്ട് എന്തെങ്കിലും ചെയ്ത് എടുത്ത് വെക്കാൻ. ലെഫ്റ്റ് പിടിച്ചു പോകും. ലെഫ്റ്റ് ലെഫ്റ്റ് അല്ല 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 നല്ല പോയാൽ മതി. ലെഫ്റ്റ് പിടിച്ചു. ഒന്നും ചെയ്തു വണ്ടികളിലായി കൊടുത്തിട്ട് വന്നോളൂ. വയ്യ ക്രോൾ ചെയ്താൽ മതി. സ്പീഡ് കൂട്ടാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് വയ്യ അങ്ങനെ കൊണ്ടുവരാം. സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ. ശരിക്കും ഇതൊരു ചാൻസ് ആണ്. കാരണം ഈ വണ്ടി ഒന്നും ഇപ്പൊ നമ്മള് റോഡില് എങ്ങനെ ടെസ്റ്റ് അടിച്ചിട്ട് മനസ്സിലാവില്ല. ഇതിന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കാൻ ഇവര് കുറച്ചും കൂടി എക്സ്ട്രീം സാധനം വെക്കണ്ടേ. ഇതിപ്പോ കേരള കൊച്ചി ഇവിടെയൊക്കെ നടന്നു തോന്നുന്നുണ്ട്. പലയിടത്തും നടന്നു. ഇവരുടെ ഫസ്റ്റ് പരിപാടിയാന്ന് തോന്നുന്നു. ഒരു പാലക്കാടൊന്നും നടത്തി. ഇവിടുത്തെ ഫസ്റ്റ് പരിപാടിയാണ്. മലപ്പുറം ഡീലർഷിപ്പും കോഴിക്കോട് ഡീലർഷിപ്പും ചെയ്തിട്ടില്ല. ഒന്ന് റൈറ്റ് ഒടിച്ചിട്ട് പോയിട്ട് നല്ലോണം റൈറ്റ് പോയിട്ട് എടുത്താൽ ഫുൾ ലെഫ്റ്റ് ഫുൾ ലെഫ്റ്റ് ഒടിച്ച് നല്ല കയറി. ഫുൾ റൈറ്റ് ഒടിച്ച് റിവേഴ്സ് എടുത്താൽ പയ്യെ ക്രോൾ ചെയ്ത് കയറിയാൽ മതി. എന്നാലും ആ വീട്ടിലെത്തുമ്പോൾ വണ്ടി അങ്ങോട്ട് പയ്യെ ക്രോൾ ചെയ്തോ. പയ്യെ ക്രോൾ ചെയ്തോ. നീ ക്രോൾ ചെയ്ത് കാല് കൊടുത്തോണ്ടിരുന്നോ. കാല് കൊടുക്ക്. ഒന്ന് റിവേഴ്സ് റൈറ്റ് അടിച്ച് റിവേഴ്സ്. ഫ്രണ്ട് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. കുറച്ചുകൂടി ഫ്രണ്ടിന് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യില്ലെങ്കിൽ മറ്റേക്ക് പോകുന്നുണ്ട്. മതി. ഇനി ത്രോട്ടിൽ കൊടുത്തോണേ. നല്ലോണം ഫുൾ തിരിക്കരുത്. വണ്ടി സ്റ്റഡി ആക്കി വെച്ചിട്ട് കാല് കൊടു. ഫുൾ തിരിക്കരുത്. നേരെ അതേപോലെ തന്നെ കാല് കൊടുത്തു. സ്റ്റിയറിംഗ് ഒരുപാട് തിരിക്കരുത്. പോട്ടെ, കാല് കൊടുത്തു. ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് ഇങ്ങോട്ടാണ് തിരിച്ചത്. എങ്ങോട്ടാണോ ലൈൻ ആ ലൈനിലേക്ക് പോകണം. ആ സൈഡിലേക്ക് ഒന്ന് ഒത്തിരി തിരിച്ചു കൊടുത്തിട്ട് വണ്ടി കയറി പോയാൽ ബാക്ക് കുറച്ചുകൂടി ബാക്ക് എടുത്തോ. RPM വേണം കേട്ടോ. പോട്ടെ, അങ്ങോട്ട് തിരിക്കേ. പോട്ടെ മൊമെന്റം പോയി കേട്ടോ. കുറച്ചുകൂടി വാ. അങ്ങോട്ട് പോയാലും വണ്ടി തിരിച്ചു വന്നോളും. ആ ലൈനിൽ വന്നോളും. നീ സ്റ്റിയറിംഗിൽ ഒരുപാട് ഓവർ സ്റ്റിയർ ചെയ്യണ്ട. ഒരു മിനിറ്റ്. ഇത് ഡിഫറൻഷ്യൽ ലോക്കർ ഉണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ഡിഫറൻഷ്യൽ ലോക്കർ എൻഗേജ് ചെയ്തു. ഡിഫറൻഷ്യൽ ലോക്കർ ലോക്ക് ആവണമെങ്കിൽ ഒന്ന് പയ്യെ നനക്കി കൊടുത്ത ലോക്കായി. ഇനി എടുത്തു. ഇനി കാല് കൊടുത്ത് എടുക്കരുത് കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു.
പേടിക്കണ്ട, ത്രോട്ടിൽ നിന്ന് കാലെടുക്കണ്ട. വണ്ടി അങ്ങോട്ട് പോയാലും ത്രോട്ടിൽ നിന്ന് കാലെടുക്കണ്ട, വണ്ടി ഇങ്ങോട്ട് തന്നെ വരും. സ്റ്റിയറിംഗിൽ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കണ്ട. വണ്ടി ആ സൈഡിലേക്ക് പിടിച്ചിട്ട് നീ എടുത്തോ, കേറിക്കോളും കേട്ടോ. പോട്ടെ, ഫുൾ ത്രോട്ടിൽ. കാലെടുക്കരുത്, പോയിക്കോളും കാല് കൊടുക്കാം. അങ്ങോട്ട് കൊണ്ട് തിരിക്കാം. മതി 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 മതി. ഇനിയുണ്ടോ? അതാ ഞാൻ പറഞ്ഞ ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. നീ അത് ഇരുന്നുകൊണ്ട്